പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പാലക്കാട് പത്തിരിപ്പാലയിൽ 3 വിദ്യാർത്ഥികളെ കാണാതായിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദുൽ കൃഷ്ണ, ആദിത്യൻ, 7ാം ക്ലാസ് വിദ്യാർത്ഥി അനിരുദ്ധ് എന്നിവരെയാണ് കാണാതായത്. രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയ കുട്ടികളെയാണ് കാണാതായത്. രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയ കുട്ടികൾ പിന്നെ എവിടെ പോയി? സ്കൂളിൽ വിളിച്ച് ചോദിച്ചപ്പോൾ സ്കൂൾ അധികാരികൾ ഇന്ന് സ്കൂളിൽ കുട്ടികൾ എത്തിയിരുന്നില്ല എന്ന്. സംഭവം നടന്നിരിക്കുന്നത് പാലക്കാട് പത്തിരിപ്പാലയിലാണ്. കുട്ടികളാണെങ്കിൽ അടുത്തടുത്തായി താമസിക്കുന്ന അയൽവാസികളുമാണ്, ബന്ധുക്കളുമാണ്. കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുന്നവർ ഈ നമ്പറിൽ വിളിക്കുകയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയോ ചെയ്യുക. എന്തെന്നായാലും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. 10ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? അതുമാത്രമല്ല, അടുത്തടുത്തായി താമസിക്കുന്ന ബന്ധുക്കളും കൂടിയാണ്, അയൽവാസിയും കൂടിയാണ്. അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവരെ തട്ടിക്കൊണ്ടു പോകാനുള്ള യാതൊരു സാഹചര്യവുമില്ല. ഒന്നെങ്കിൽ ഇവർ പ്ലാൻ ചെയ്ത് മറ്റെവിടെയെങ്കിലും പോയതായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ വാശി പിടിച്ചങ്ങ് പോവുക. അങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നു വരുന്നത്. എന്നാലും ഈ വീഡിയോ കാണുന്നവർ ഈ കുട്ടികളെ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുകയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയോ ചെയ്യുക. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ പടച്ചറബ്, ആമീൻ. ഇപ്പോൾ വളരുന്ന മക്കളൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ആ തുടക്കം തന്നെ ശ്രദ്ധിക്കണം. മക്കളുടെ ആ ചെറിയൊരു പ്രായം, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു പ്രായമുണ്ട് കുട്ടികൾക്ക്. ആ ഒരു പ്രായം നമ്മൾ തീർച്ചയായും മുതലെടുക്കണം. എല്ലാം പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു പ്രായം, ആ ഒരു പ്രായമാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. ആ ഒരു പ്രായം, കുട്ടികൾ കുസൃതികൾ കാണിക്കുന്ന ആ ഒരു പ്രായം നമ്മൾ ഒരുപാട് ആസ്വദിക്കുകയാണ് ചെയ്യുക. കുട്ടികളുടെ ആ ചെറിയ നുറുങ്ങുകൾ, ചെറിയ കുസൃതികളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കുകയാണ് ചെയ്യുക. പക്ഷേ ആ ഒരു പ്രായം നമ്മൾ തീർച്ചയായും മുതലെടുക്കണം. ആ ഒരു പ്രായത്തിൽ കുട്ടികൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആ ഒരു പ്രായം. അപ്പോൾ നമ്മൾ പറയും ചെറിയ കുട്ടികളല്ലേ, അവർ കളിക്കട്ടെ, അവർ കളിക്കേണ്ട പ്രായമാണെന്ന്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ആ ഒരു പ്രായം അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു പ്രായമാണ്. അവിടെയാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. ആ ഒരു സമയം നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം ആ ഒരു സമയത്ത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരു മക്കളും വഴിതെറ്റിപ്പോകില്ല, ഉറപ്പാണ്. ആ ഒരു സമയം നമുക്ക് മക്കളോട് അങ്ങനൊന്നും പറയാൻ തോന്നില്ല. കുഞ്ഞു മക്കളുടെ ആ കളിയും ചിരിയും നമ്മൾ ഒരുപാട് ആസ്വദിക്കുകയും അവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്ത് ആകെ വഷളാക്കും. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പ്രായമാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. കുട്ടികളുടെ ആ ഒരു പ്രായമാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.